പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി നിങ്ങളെ കർത്താവായ ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം സംശയങ്ങളാണ് ആളുകൾ എന്നോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 2027 ആഗോളയുദ്ധം തുടങ്ങുന്നത്? അത് തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ തുടങ്ങുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്നു പോകുമോ? കുറേയേറെ ചോദ്യങ്ങൾ. ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ? ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമോ? അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം കൂടെ എല്ലാ ചോദ്യങ്ങളുടെയും നിങ്ങൾക്ക് ഇന്നു വരെ നിങ്ങൾ ജനിച്ച് ഈ 50, 60, 70 വർഷമായി ഈ കാലഘട്ടം അത്രയും നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, സ്വർഗീയ ജീവിതത്തെക്കുറിച്ച്, അങ്ങോട്ട് എത്തിപ്പെടുന്നതിനെക്കുറിച്ച്, എന്ന് ലോകം അവസാനിക്കും, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്, യേശു ക്രിസ്തു എങ്ങനെയാണ് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത്, അങ്ങനെ ആഗോള യുദ്ധം ഉണ്ടാകുമ്പോൾ മുഴുവൻ അണുവായുധങ്ങളും പൊട്ടിത്തെറിക്കുമോ? അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ ലോകത്ത് എന്തു സംഭവിക്കും? സൂര്യനും ചന്ദ്രനും എന്തു സംഭവിക്കും? ഭൂമിക്ക് എന്തു സംഭവിക്കും? അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഒരേ ഒരു ഉത്തരമാണ് ഈ എളിയദാസൻ്റെ നിങ്ങളുടെ ക്ലാസ്, ധ്യാന ക്ലാസ്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എൻ്റെ ധ്യാന ക്ലാസ് വന്ന് ഒരു പ്രാവശ്യം കൂടി എൻ്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ എൻ്റെ ഉയർച്ചയ്ക്ക് പുരോഗതിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സംശയങ്ങൾ എന്നേക്കുമായിട്ട് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നേക്കുമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് ക്ലാസ് കാണുന്നത്? ഇവിടെ 2 ശക്തമായ സന്ധ്യാസമയത്ത് മഴയും ഇടിമിന്നലുമായിരുന്നു കൊണ്ടാണ് പ്രിയ സഹോദരരെ ക്ലാസ് ഇടാഞ്ഞത്. നിങ്ങളത് അറിയണം. കാരണം എന്തുകൊണ്ടാണ് ക്ലാസ് ഇടായിരുന്നെന്ന് നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു, ഇടിമുഴക്കം ശക്തമായിട്ടുണ്ട്, വൈഫൈ കത്തിപ്പോകും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ 2 ദിവസം ക്ലാസ് ഇടായിരുന്നു. ഇന്ന് വീണ്ടും മഴ ലേശം കുറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് ഇടുകയാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങളത് അറിയാം. ഇനി നിങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ഇന്ന് വരെ കിട്ടിയ അറിവ്, ഇന്ന് വരെ നമുക്ക് ലഭിച്ച യേശു ക്രിസ്തുവിൻ്റെ വരനെക്കുറിച്ചോ, സഭയെക്കുറിച്ചോ, യേശു ക്രിസ്തുവിനെക്കുറിച്ചോ, സ്വർഗീയ ജീവിതത്തെക്കുറിച്ചോ എന്തെല്ലാം അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരടിസ്ഥാന ജ്ഞാനം, അതിനപ്പുറത്തേക്ക് ഒരു ജ്ഞാനം നിങ്ങൾക്ക് ഇനി ആവശ്യം വരികയില്ല. വിശുദ്ധത്തിൽ ഏശയ്യാ പറയുന്ന പുസ്തകം പറയുന്നുണ്ട്, അവൻ തുറന്നാൽ അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു ജ്ഞാന ക്ലാസ്, ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സാണ് ഈ എളിദാസിനെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനെപ്പറ്റി വിശുദ്ധത്തിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് ആത്മീയ തലത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അറിവിൻ്റെ തലം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നു, നമ്മൾ ഈ സഭയിൽ നിന്നോ വാർത്തയിൽ നിന്നോ ഇങ്ങനെ യൂട്യൂബ് വചനപ്രഘോഷത്തിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകളുണ്ട്. ആ അറിവിൻ്റെ തലത്തിൽ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറണം. അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്കാണ് 3 സ്റ്റെപ്പ് കയറുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജ്ഞാനം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ ദാഹം ശമിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് തയ്യാറെടുപ്പുകൾ ചെയ്യണമെങ്കിൽ ആത്മീയ ജ്ഞാനം പൂർണ്ണമാകണം. അതിനെപ്പറ്റി വിശുദ്ധത്തിൽ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കാം. അതിനകത്ത് പറയുന്നുണ്ട്, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതായത് അന്നത്തെ കാലത്തെ ജനങ്ങളും ജലപ്രളയം വരുമെന്നും, എന്നാൽ ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നോഹ എന്ന മനുഷ്യൻ വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞ് തൻ്റെ ജീവനെയും ജീവിതത്തെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി ചില പേടകളും പെട്ടകളും ഉണ്ടാക്കി അതിനകത്ത് രക്ഷപ്പെടുന്ന അറിവിൻ്റെ തലത്തിലെ പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോഹ പേടമുണ്ടാക്കി. എന്നിട്ട് പറയണ, അവർ തിന്നും കുടിച്ചും കഴിഞ്ഞതുകൊണ്ട് അവർ അറിഞ്ഞില്ല എന്നതുപോലെ തന്നെയാണ് പ്രിയ സഹോദരനെ നിങ്ങളിപ്പോഴും.
ഇന്ന് കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ലോകത്തുള്ള എല്ലാ വ്യക്തികളും തിന്നും കുടിച്ചും വിവാഹം നടത്തിയും നടത്തിക്കൊടുത്തും സ്വന്തം വിവാഹം 2-3 പ്രാവശ്യം കഴിച്ചും അത് ഡൈവോഴ്സ് ചെയ്തും ചെയ്യാതെയും ഒക്കെയായി ആനന്ദത്തിൽ ഇഷ്ടം പോലെ പണമെടുത്ത് കൈകാര്യം ചെയ്ത് ആനന്ദിച്ച് സുഖിച്ച് കഴിയുമ്പോൾ കർത്താവ് പറയാണ്, നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവർ തിന്നും കുടിച്ചും കഴിഞ്ഞുകൊണ്ട് അത്തരം സംഭവത്തെക്കുറിച്ച് അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്നും എന്തറിവാണ് ഈ യേശുക്രിസ്തുവിൻ്റെ വരനെ കുറിച്ച് നമുക്കുള്ളത്? ആ നോഹയുടെ കാലത്തെ ജനങ്ങളിൽ നോഹ അറിഞ്ഞിരുന്നു. അറിവിൻ്റെ തലത്തിൽ എന്തു സംഭവിക്കണമെന്നുള്ളത് നോഹ അറിഞ്ഞിരുന്നതുകൊണ്ട് പെട്ടകമുണ്ടാക്കി. അതിന് എൻജിനീയറിങ്, അതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം അറിവിൻ്റെ തലം. അത് സംഭവിക്കുമെന്ന് കർത്താവിന് ലഭിച്ച സന്ദേശമനുസരിച്ച് ആ സന്ദേശം ആ ദിവസങ്ങളിൽ ആ ഡേറ്റുകളിൽ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നുകൊണ്ടാണ് ആ നോഹ പെട്ടകമുള്ളത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ തലത്തിലെ സന്ദേശം അറിവിൻ്റെ തലത്തിലൂടെ കയറിയിറങ്ങിയപ്പോൾ നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട പേടകം, ആ പേടകത്തിലായിരുന്നു ആർക്ക് രക്ഷ കിട്ടിയത്? നോഹയ്ക്ക് കിട്ടിയത്. എന്നാൽ ഇന്നും അതേപോലെ തന്നെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്നത്തെ ജലപ്രളയത്തിന് പകരം ഇന്ന് അഗ്നിപ്രളയമാണെങ്കിൽ ഈ അഗ്നിപ്രളയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഈ നോഹയുടെ പേടകം മതിയാവുകയില്ല. അതാണ് ഒന്നാമത്തെ അറിവ്. ഇന്നത്തെ അറിവ്, ഈ അറിവിൻ്റെ തലം ഇന്ന് ആർക്കുമില്ല. അതാണ് എല്ലാവരും ഇങ്ങനെ സ്വന്തമായി ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിക്കുന്നത്. അങ്ങനെ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും ജീവിക്കുമ്പോഴാണ് എന്തു സംഭവിക്കുക? ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുക. അതിൻ്റെ കാരണം ശാരീരിക തലത്തിലെ ആനന്ദവും ശാരീരിക തലത്തിലെ സുഖസൗകര്യങ്ങളും ശാരീരിക യോഗ്യതകളും അതിൻ്റെ ക്വാളിഫിക്കേഷനുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും BBA MBA ME എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ 100 കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ശാരീരികതയെ പ്രോത്സാഹിപ്പിക്കുക, ശാരീരിക ശക്തി വർദ്ധിപ്പിക്കുക, ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കുക, ശാരീരിക യോഗ്യതകൾ വർദ്ധിപ്പിക്കുക, ജർമ്മൻ ഭാഷാ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യോഗ്യതകളും ശാരീരിക തലത്തിലുള്ളപ്പോൾ ആത്മീയ തലത്തെ അവരറിയുന്നില്ല. എന്നാൽ ശാരീരിക തലത്തിലെ അറിവ് അവർക്കുണ്ട്, എന്നാൽ ആത്മീയ തലത്തിലെ ജ്ഞാനത്തിൻ്റെ അറിവ് അവർക്കില്ല. അതേ നോഹയുടെ പെട്ടകത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടം. അതുകൊണ്ട് കർത്താവ് പറയാണ്, എൻ്റെ വരവ് അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അവർ അറിഞ്ഞില്ല. അറിവിൻ്റെ തലത്തിൽ പോലും അവർക്കറിവില്ല എന്നതിനേക്കാൾ കഷ്ടമായി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 140 കോടി ജനത്തിലും ഇന്നും യേശുക്രിസ്തു എപ്പോൾ വരുമെന്നും എന്തു സംഭവിക്കും അറിവില്ല, അറിഞ്ഞിട്ടില്ല, ഇനിയോട്ട് അറിയുകയുമില്ല. കർത്താവ് പറയാണ്, അവർ തിന്നും കുടിച്ച് മരിക്കുന്നുണ്ട്, അവർക്ക് ഒന്നും അറിയാൻ പറ്റിയില്ല. കാരണം അവർ ശാരീരികതയിലാണ് ജീവിക്കുന്നത്, ആത്മീയ അറിവിൻ്റെ തലത്തിലല്ല, ആത്മജ്ഞാനത്തിലല്ല അവരുള്ളത്. അവർ ശാരീരിക അറിവിലാണുള്ളത്, ആത്മീയ അറിവിലല്ല ഉള്ളത്. അതുപോലെ തന്നെയാണ് ആ പ്രളയത്തിലുള്ള ജനങ്ങളെപ്പോലെ തന്നെയാണ് ഇന്നത്തെ ജനങ്ങളെന്ന് കഥയാണ്. അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും ജനത്തിനോ സഭയ്ക്കോ ക്രിസ്ത്യാനികൾക്കോ ലോകത്തിനോ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന പരമസത്യം തൊട്ടടുത്താണെന്നും അതുടൻ സംഭവിക്കുന്നുള്ള അറിവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ചിലർ പറയും, ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല ചേട്ടാ, അങ്ങനെ പറയും. അല്ല ബ്രദറെ, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളിപ്പോൾ ഒരു ജോലി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്കിത് അറിയേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയാണ് കുറേയേറെ ആളുകൾ യേശുക്രിസ്തു വരാതെ ചികിത്സയായിട്ട് ലോകം അവസാനിക്കിട്ട് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അങ്ങനെ കുറേയേറെ ആളുകൾ പറയുന്നുണ്ട്. അവരോട് പറയാനുള്ളതും ഇതാണ്, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്ന സമയം വരും, നിങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയം വരും. കാരണം ഭക്ഷണവും നമ്മുടെ ജോലിയും നമ്മുടെ കറൻസികളും നമ്മുടെ വിമാനങ്ങളും എല്ലാം നിന്ന് ശൂന്യമായി പോകുമ്പോൾ നാം ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന സമയം വരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയാണ്, കർത്താവ് അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്ന ജലപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അവർ അറിഞ്ഞില്ല എങ്കിൽ ഇനി വരാൻ പോകുന്നത് ജലപ്രളയമല്ല, അഗ്നിപ്രളയമാണ്. ആ അഗ്നിപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അവരൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്നല്ല നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്
നാം അതിനെ എടുത്ത് തിരുത്തി വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിലേ നമുക്ക് തിരിയുള്ളൂ. നമ്മുടെ തലയ്ക്കകത്തോട് വല്ലതും കയറണമെങ്കിൽ ഈ കാലഘട്ടത്തെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളുടെ അർത്ഥവ്യാഖ്യാന തലങ്ങളെ നാം വിവിധ തലത്തിൽ, അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനതലത്തിലും നാം വിശുദ്ധ ഗ്രന്ഥത്തെ വിവേചിച്ച് പഠിച്ച് ഗ്രഹിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നാം നശിച്ചു പോകുന്നു. മാത്രമല്ല, നിലവിളിക്കുമ്പോൾ കർത്താവിൻ്റെ ഭാഗത്ത് ഉത്തരമുണ്ടാവുകയുമില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ജൂൺ മാസം, ഈ മാസം ഇന്ന് 1-ാം തീയതിയാണ്. ജൂൺ മാസം 1-ാം തീയതി ആണെങ്കിൽ 14-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെ നമുക്ക് 3 ദിവസത്തെ, അല്ലെങ്കിൽ ദിവസം കണക്കൂട്ടുമ്പോൾ 4 ദിവസത്തെ ശക്തമായ ജ്ഞാനവചന ക്ലാസ്സുകൾ. ഈ ക്ലാസ് കൂടിയിട്ടുള്ളവർക്കറിയാം കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള ഏറ്റവും കാര്യങ്ങൾ. നിങ്ങളുടെ മരണജീവിതം, മരണാനന്തര ജീവിതം, മരണജീവിതത്തിന് മുമ്പ്, നിങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, സ്വർഗീയ പ്രവേശനം എങ്ങനെയാണ്, അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ശാസ്ത്രീയമായും ആത്മീയമായും അതീന്ദ്രിയ ജ്ഞാനതല പ്രബോധനങ്ങളായിട്ടും വ്യക്തമായി തരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ നിർബന്ധമായി സംഭവിക്കുക. കാരണം നാളെ ഇതെല്ലാം നിന്നു പോകുമെന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കുക. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, 2 ദിവസമായിട്ട് മഴയുടെ ശക്തി പ്രഭാവങ്ങളും ഇടിമിന്നലൊക്കെ കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അല്പം ഇടിമിന്നൽ ശാന്തമായപ്പോൾ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കണം. ക്ലാസ്സിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ യൂട്യൂബിൽ കൂടെ സംസാരിച്ചാൽ ധാരാളം ആളുകൾ പറയുന്നുണ്ട്, ആരും കേൾക്കാൻ നിൽക്കുകയില്ല ബ്രദറെ, അതുകൊണ്ട് കുറച്ച് സമയം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വെട്ടി ചുരുക്കുകയാണ്. ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ധ്യാന ക്ലാസ്സിൽ ലഭിക്കുന്നതാണ്. അതിനാൽ കഴിയുന്നതും വേഗം ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് 50-60 പേർക്ക് മാത്രം ഉള്ള ക്ലാസ്സുകൾ എവിടെയുള്ളൂ. 100-200 പേര് വന്നാൽ അവർക്ക് ക്ലാസ് ലഭിക്കുകയില്ല. ആദ്യം പേര് ചെയ്യുന്ന ആളുകൾക്ക് 50-60 ആളുകൾക്ക് മാത്രമേ അവിടെ യോഗ്യത, സ്ഥല സൗകര്യമുള്ളൂ. അതുകൊണ്ടാണ്, അല്ല 500 പേർക്ക് കൊടുക്കാൻ സംവിധാനമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പരിമിതപ്പെടുത്തുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നാം അറിഞ്ഞേ പറ്റൂ. അറിവിൻ്റെ തലത്തിലും നമുക്ക് ജ്ഞാനമില്ല, ജ്ഞാനത്തിൻ്റെ തലത്തിലും നമുക്ക് അറിവില്ല. ഇതപ്പോൾ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്ന ആർക്കും ഒരു പിടിയുമില്ല. എന്നാൽ ഇത് പടിവാതിൽക്കലാണെന്നുള്ള സത്യം നാം അറിയുകയും ചെയ്യണം. അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിൽ പെട്ടുപോയാൽ തിരിച്ചൊരു കാരണവശാലും വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ വിവേചിക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജോലി എവിടെയാണോ അത് രാജിവെക്കുക എന്നുള്ളതാണ്. അമേരിക്കയിലെ ജോലിയോ, ബ്രിട്ടനിലെ ജോലിയോ, കാനഡ ജോലിയോ, മറ്റേതെങ്കിലും ജോലി രാജിവെക്കുക, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി ആദ്യമായിട്ട് ഈ ധ്യാന ക്ലാസ്സിൽ കേട്ട് നമ്മൾ ആത്മജ്ഞാനം നേടണം. അതിനുശേഷം നമ്മുടെ 200 വർഷം പുഴയിൽ പോയി നമ്മൾ ജീവിക്കണം. അല്ലാതെ അതിന് കാലഘട്ടത്തിൽ ജീവിക്കുകയല്ല വേണ്ട, 200 വർഷം പുറകോട്ട് പോയിട്ടാണ് ജീവിക്കേണ്ടത്. അതായത് കറണ്ടില്ല, മൊബൈൽ ഫോണുകളില്ല, പെട്രോൾ ഡീസലുകളില്ല, വാഹനങ്ങളില്ല, സമ്പത്തില്ല, അല്പം ആഹാരം കഴിച്ച് അല്പം ചെറിയ കൂടാരങ്ങൾ കെട്ടി അതിനകത്ത് മാത്രം ജീവിച്ചിരുന്ന പുല്ലിട്ട് മേഞ്ഞ വീടായിരുന്നു എൻ്റെ പഴയ ഓർമ്മയിൽ. 64 വയസ്സ് എനിക്കുണ്ടെങ്കിൽ ഏതാണ്ട് 5 വയസ്സുള്ള 6 വയസ്സുള്ള കാലഘട്ടം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ വീട് പുല്ലിട്ട് വീടായിരുന്നു. പുല്ല് കിട്ടാവുന്നപ്പോൾ ഓല കിട്ടാവുന്നപ്പോൾ അത് അല്പം ഓടാക്കി, ഓട് പൊട്ടി പൊളിഞ്ഞെല്ലാം പോയപ്പം അത് ആസ്പെറ്റോസ് ആക്കി. ഇപ്പോൾ ആസ്പെറ്റോസിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് അത് എന്നതുപോലെ നമുക്ക് പുല്ല് കിട്ടാത്തതുകൊണ്ട് ഓടോ ആസ്പെറ്റോസോ മാത്രമിട്ട് വീടുകൾ ഉണ്ടാക്കുക. അത് ചെറിയ വീടുണ്ടാക്കുക. അതിന് വലിയ പൈസകൾ മുടക്കാതിരിക്കുക. പഞ്ചായത്ത് പൈസകളും കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് വലിയ ടാക്സ് കാര്യങ്ങളൊക്കെ വരും. അത് അടയ്ക്കണമെങ്കിൽ നമുക്ക് 666 സംവിധാനങ്ങൾ വേണം. അത് എടുത്തു കഴിഞ്ഞാൽ 666 സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് കുത്തുന്ന കാലഘട്ടം മുതൽ ഉപയോഗിക്കുന്ന കാലഘട്ടം മുതൽ കറക്റ്റ് 3.5 വർഷം കഴിയുമ്പം ലോകാവസാനമെന്ന് സത്യമുണ്ടാകും. അത് നമ്മുടെ നിത്യനാശവും പാതാളത്തിലേക്കാണ്. പാതാളം എന്താണ് നമ്മൾ അറിയണം. പാതാളം സൂര്യനെ പോലെ ഭൂമി ചൂടായി ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ പ്രദേശമാണത്. യാഥാർത്ഥ്യമാണ് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കുക. ലോകത്തിലുള്ള 1.5 ലക്ഷത്തോളം വരുന്ന ആണവ സ്ഫോടനങ്ങൾ നടന്നാൽ സൂര്യനിലെ ചൂട് ഭൂമിയിൽ വരും. ഭൂമി കത്തിച്ചാമ്പലാവെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അത് അടുത്തെത്തി പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഇത്ര തീഷ്ണതയോടെ പറയുന്നത്. ഇത്ര ജ്വലനത്തോടെ, ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും യേശുക്രിസ്തുവിനെ അറിയിച്ചിരിക്കുന്നതുകൊണ്ടുമാണ് വ്യക്തമായും സുവ്യക്തമായും നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ബോധ്യപ്പെടുക, ഒരുങ്ങുക. ഇനി ജോലിയുടെ പിന്നാലെ ഓടരുത്. എല്ലാം രാജിവെക്കുക. അത് കുമ്പസാരത്തിനും കുർബാനയ്ക്കും ധ്യാനത്തിനും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും യേശുവിൻ്റെ ഒരുക്കത്തിലുള്ള ആത്മീയ തലത്തിലെ നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമായി ഇനിയുള്ള കാലഘട്ടത്തെ ഉപയോഗിക്കാൻ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും. ഇനി സമ്പത്തിൻ്റെ പുറകെ പോകരുത്.
നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരിക. നിങ്ങൾ ജനിച്ചു വളർന്ന നാട് എവിടെയോ അവിടെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. തുടർന്നുള്ള 7 വർഷക്കാലം 2077 മുതൽ 2033-34 ആ കാലഘട്ടം വരെയുള്ള സമയം നമ്മൾ ഭവനങ്ങളിൽ ശാന്തമായിരിക്കാനുള്ള അവസരമാണ്. പ്രാർത്ഥിക്കാനും വിശുദ്ധി പ്രാപിക്കാനും നന്മ പ്രവൃത്തിയുടെ ഫലം ചൂടാനും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും വേദനിക്കുന്നവരെ കണ്ടെത്തി ആശ്വസിപ്പിക്കാനും അവരുടെ ഭവനങ്ങളെ സന്ദർശിക്കാനും രോഗികളെയും അനാഥരെയും കുടുംബക്കലഹമുള്ളവരെയും വിശ്വാസം വിശുദ്ധ നഷ്ടപ്പെട്ടവരെ ആ ബോധ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുള്ള അക്ഷീണ ശ്രമം, അതിശക്തമായ പ്രവർത്തന ശൈലി, അതിശക്തമായ പ്രാർത്ഥനാ ജീവിതം, തൻ്റെ ജീവനെയും ജീവിതത്തെയും മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി. കാരണം വരുന്നത് പ്രപഞ്ചമില്ലാതെയാവുകയാണ്. ലോകത്തിലെ മുഴുവൻ അണുബോംബുകളും ഒറ്റ ദിവസം പകൽ 12 മണിക്ക് പൊട്ടിത്തെറിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് അറിയണം, നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞ് അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവരറിഞ്ഞില്ല. അണുബോംബ് പൊട്ടുന്നത് വരെ ഇന്ന് നമ്മളും അറിയുന്നില്ല എന്ന് തിരുത്തി പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. അറിയണം, അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ നമ്മുടെ സർവശക്തനായ യേശുനാഥൻ നമ്മെ രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യ ജന്മമെടുത്തു വന്നു. അതിനുശേഷം മനുഷ്യനായി നമ്മുടെ മുമ്പിൽ കാണപ്പെട്ടു. പക്ഷെ അവൻ ശരീരത്തിൽ മനുഷ്യനായിരുന്നെങ്കിലും ആത്മാവിൽ അവൻ ദൈവമായിരുന്നു. ആ ദൈവമായ യേശു ക്രിസ്തുവിനെ അന്നത്തെ പടയാളികളും മറ്റാളുകളും യഹൂദ പ്രമാണികളും ഒക്കെ കുറേ ആൾക്കാർ കൊന്നു, അതും ക്രൂശിച്ചു കൊന്നു. ആർക്ക് വേണ്ടി നിന്നുകൊടുത്തു? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നിന്നുകൊടുത്തെങ്കിൽ ആ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്കൊരു വരവുണ്ട്. ആ വരവിന് മുമ്പ് കർത്താവ് ഈ ലോകത്തെ വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവരായി കാണാൻ, നീതിയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിത്യമഹത്വത്തിലേക്ക് എടുക്കപ്പെടാൻ സാധിക്കും. അത് കർത്താവ് നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട്. ആ വാഗ്ദാന പ്രകാരം നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മളെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീടുള്ള അവസ്ഥയെപ്പറ്റി ഒരുവിധ ചിന്തയും നിങ്ങൾ വെച്ചേക്കരുത്. എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ആ അസ്വസ്ഥത നിറഞ്ഞ ആ കാലഘട്ടവും പശ്ചാത്തലവും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ദൈവമേ പറ്റിപ്പോയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരുടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുന്ന കർത്താവ് പറഞ്ഞു. പിന്നീട് അവർ വിലപിക്കുകയും പല്ലുകടിക്കുകയും ചെയ്യും, പക്ഷേ പ്രയോജനമില്ല. അതുകൊണ്ട് ഈ സമയമാണ് ഏറ്റവും അനുയോജ്യമായ സമയം. നമ്മുടെ കേരളത്തിലോ സഭയിലോ ലോകത്തിലോ ഭൂമിയിലോ ഇന്നേ വരെ യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരവിനെ പറ്റി വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ധ്യാനമോ സെൻറ്ററോ ക്ലാസ്സോ ധ്യാനമോ വ്യക്തിയോ കൂട്ടായ്മയോ സമൂഹമോ സഭയോ ആരുമില്ല, ഇന്നുവരെയില്ല, ഇപ്പോൾ ഇതുവരെ നിലവിലില്ല. അത് എളിദാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ, അത് മനസ്സാകണമെങ്കിൽ നിങ്ങൾ ധ്യാന ക്ലാസ്സിൽ തന്നെ വരണം. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും 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 ക്ഷണിച്ച് നിങ്ങളെ ഒരുക്കുകയാണ് ഞാൻ. കാരണം ഏത് നിമിഷവും ഇതെല്ലാം നിന്നു പോകും പ്രിയപ്പെട്ടവരെ, എല്ലാം നിന്നു പോകും, എല്ലാം നിന്നു പോകും. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അപ്രത്യക്ഷമാകാൻ ഏതാനും വർഷങ്ങൾ കൂടി മാത്രം മതി. നമ്മുടെ സ്കൂൾ കോളേജുകൾ, നമ്മുടെ സംവിധാനങ്ങൾ, വാഹന ഗതാഗതങ്ങൾ, വിമാന സർവീസുകൾ, ജോലികൾ, ബാങ്കുകൾ എല്ലാം നിന്നു പോകാൻ പോവുകയാണ്. വിവാഹം, കുടുംബജീവിതം, കുർബാന, പള്ളി, ദേവാലയം, സഭ എല്ലാം നിന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാം നിത്യശൂന്യതയിലേക്ക് പോകുന്നു, എല്ലാം അടിച്ചു തകർക്കപ്പെടുന്നു, എല്ലാം ഇല്ലായ്മയിലേക്ക് മാറുന്നു. ആ പശ്ചാത്തലം മുമ്പേ നിൽക്കുമ്പോൾ അതിശക്തമായ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അതിനാൽ വീണ്ടും ക്ഷണിക്കുന്നു. ഈ ജൂൺ മാസം 15-ാം തീയതി തിങ്കൾ, ചൊവ്വ, ബുധൻ, ഞായറാഴ്ച വിട്ട് തുടങ്ങുന്നു. അവിടേക്ക് വരിക, അറിയുക, ജ്ഞാനിയാവുക, വിശുദ്ധീകരിക്കുക, പരിശുദ്ധി കൊണ്ട് നിറയുക, ആത്മഫലങ്ങൾ ചൂടുക. അതിനായിട്ട് വീണ്ടും കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.